വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഒരു വീഡിയോ ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ തലേദിവസത്തെ കാഴ്ചയായിട്ട് ഇപ്പോൾ കാണുന്നത്. പോകാനിരുന്ന തലേദിവസം വൈഗക്കും വൈഷ്ണവിക്കും പനിയും ചുമയൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഡോക്ടറെയൊക്കെ കണ്ട് കൺസൾട്ടേഷനൊക്കെ എടുത്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് മെഡിസിൻസൊക്കെ ആയിട്ടായിരുന്നു യാത്ര. എല്ലാ യാത്രകൾക്കും മുമ്പും ഉണ്ടാവുമല്ലോ ഇതുപോലൊരു മോശം സമയം. പക്ഷെ അതെല്ലാം ബെറ്ററായി. ഏർലി മോർണിംഗ് ഞങ്ങൾ യാത്രയായി. ഫ്ലൈറ്റ് ഞങ്ങൾക്ക് 9:45 ആയിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഓഫ് ടു ബാംഗ്ലൂർ. ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഏത് ഡെസ്റ്റിനേഷൻ എടുക്കണമെന്ന് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അങ്ങനെയാണ് ബാംഗ്ലൂർ ഇതുവരെ കാണാത്ത കാരണം ബാംഗ്ലൂരിലേക്ക് പോയാലോ എന്ന് കരുതിയത്. ഏർലി മോർണിംഗ് ഇറങ്ങി. ഞങ്ങളൊരു 7 o'clock ആയപ്പോൾ ഇടപ്പള്ളി എത്തി കേട്ടോ. ഏട്ടൻ്റെ കസിൻ ബ്രദറാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് വണ്ടി ജിത്തുൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടാമല്ലോ എന്ന് കരുതി. അവൻ തന്നെ തിരിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുത്തരും. അപ്പോൾ റിട്ടേൺ ഞങ്ങൾ ട്രെയിനും ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ഫ്ലൈറ്റുമാണ് എടുത്തത്. കാരണം ഫ്ലൈറ്റിന് പോകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ജേർണി നമുക്കൊന്ന് അറിയണ്ടേ. അങ്ങനെ ഫസ്റ്റ് ടൈം അല്ല ഞാൻ എയർപോർട്ടിൽ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് യാത്ര. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ടൈം, ഏട്ടനൊഴിച്ച്. ഏട്ടൻ ജോബ് റിലേറ്റഡ് ആയിട്ട് ഫ്ലൈറ്റിൽ ദുബായ് പൂനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. വൈഷ്ണവിയും വൈകിയും വളരെ എക്സൈറ്റഡ് ആണ്. ആൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ചുമയൊക്കെ ഉണ്ടെങ്കിലും യാത്രയ്ക്ക് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എയർപോർട്ടിലെത്തിയത്. കുറേ വീഡിയോ ഒക്കെ അവർ തന്നെയാട്ടോ എടുത്തത്. ആ ഒരു ഫസ്റ്റ് ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം കണ്ട് നോക്കി വളരെ എക്സൈറ്റഡ് ആയിട്ട് രണ്ടുപേരും നിന്ന്, ഞാനടക്കം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എടപ്പള്ളിയിൽ വെച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ലോഞ്ചിൽ കയറി എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ലോഞ്ചിൽ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ലോഞ്ചിൽ കയറിക്കോ, ഒരാളെ കൊണ്ട് ലോഞ്ചിൽ കയറി അവിടെ ഒന്നെല്ലാം എക്സ്പ്ലോർ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. നമ്മൾ ലേറ്റായിട്ടൊന്നുമല്ല എത്തിയത്. പക്ഷേ ഓൾറെഡി ഹാഫ് ആൻ അവർ മുന്നേ നമ്മുടെ പേരവിടെ വിളിച്ചു. നമ്മൾ ലോഞ്ചിലൊന്നും കയറാൻ നിന്നില്ല. ജസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അതിൻ്റെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് പതുക്കെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പേര് വിളിച്ചു. അപ്പോൾ ലോഞ്ചിൽ കയറാനുള്ള ടൈം കിട്ടിയില്ല. ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് പതുക്കെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് നടന്നു. സത്യം പറഞ്ഞാൽ വൈഷ്ണവി ഫ്ലൈറ്റ് കണ്ടതിനേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയത് എയർ ഹോസ്റ്റേഴ്സിനെ കണ്ടിട്ടായിരുന്നു കേട്ടോ. അവൾ ആകെ അന്തം വിട്ടു നിന്നത്. അവരുടെ ആ ഒരു മേക്കപ്പും ലുക്കിങ് സ്റ്റൈലും ഒക്കെ കണ്ട വൈഷ്ണവി, ഇതാണോ എയർ ഹോസ്റ്റസ്? ഞാൻ പറഞ്ഞു, അവരെ നിനക്ക് നേരിട്ട് കാണുമ്പോൾ ആ ഒരു ലുക്ക് മനസ്സിലാവും. ഒരുപാട് വീഡിയോസൊക്കെ അവൾ വ്ളോഗ്സൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണല്ലോ. വളരെ എക്സൈറ്റഡ് ആയിരുന്നു അവരെ കണ്ടപ്പോഴേക്കും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. ഇത്ര അടുത്തൊക്കെ ഫ്ലൈറ്റ് കാണുന്ന ഫസ്റ്റ് ടൈം കേട്ടോ. ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു ഫീൽ അറിയണം, ഈ ഒരു യാത്ര എക്സ്പ്ലോർ ചെയ്യണം. ഇതും ഇത്ര പെട്ടെന്നാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് ഒരു വല്ലാത്തൊരു, ഏട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏട്ടൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞങ്ങളൊന്ന് ഫ്ലൈറ്റിൽ കയറ്റണം, എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ തൊട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ് ഫ്ലൈറ്റിൽ ഒരു തവണയെങ്കിലും കയറണമെന്ന്. അങ്ങനെ എയർ ഹോസ്റ്റസിനെ ഫസ്റ്റ് അടുത്ത് വൈഷ്ണവി കണ്ടു. ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അവൾ കണ്ടപ്പോൾ. അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞോളൂ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ടേക്ക് ഓഫും ലാൻഡിങ് ടൈമിൽ ഫസ്റ്റ് യാത്ര ചെയ്യുന്നവർക്ക് ഒരു ചെറിയൊരു ഫീൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ ടേക്ക് ഓഫ് സമയത്തൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ലാൻഡിങ് എനിക്ക് ഭയങ്കര ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയായിരുന്നു. ടേക്ക് ഓഫ് ഇങ്ങനെ കണ്ടിരിക്കുക, നമ്മൾ പുറത്തേക്ക് നോക്കി അത് ടേക്ക് ഓഫ് ആവുന്നത്. ഒരു എന്താ പറയുക, ആദ്യമായിട്ടൊരു കാര്യം കാണുമ്പോൾ ഒരു ഫീലില്ലേ, അതുപോലെയായിരുന്നു ഞാനും അമ്മയും. ഞങ്ങൾ രണ്ട് വിൻഡോ സീറ്റ് എടുത്തിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഏട്ടൻ പിള്ളേരും കൂടെ ഇരുന്നു, ഒരു സൈഡിൽ ഞാനും അമ്മയും കൂടി ഇരുന്നു. കുറച്ച് നേരം ഞാൻ വിൻഡോ സൈഡിലിരുന്ന് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ അങ്ങോട്ട് ഇരുത്തി. അമ്മയും കാണുമല്ലോ പുറത്തുള്ള കാഴ്ചകളൊക്കെ. അങ്ങനെ ആകാശത്തിൻ്റെയും ഭൂമിയിലെയും നടുക്കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ അത് വേറൊരു ഇതല്ലേ. അപ്പോൾ അത് അമ്മയെ കൂടി ഒന്ന് കാണിച്ചു. അമ്മ വളരെ സന്തോഷത്തോടു കൂടി അതൊക്കെ കണ്ടിരുന്നത്. ലാൻഡ് ചെയ്തപ്പോഴായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ഒരു ഗട്ടറി ആടുന്ന, റോഡിലൂടെ പോകുമ്പോൾ ഒരു ഗട്ടറി ആടുന്ന ഫീലായിരുന്നു എനിക്ക് ലാൻഡിങ് ടൈമിൽ. അതർവൈസ് വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകി കുറച്ച് നേരമൊക്കെ ഇത്തിരി ചുമയായിരുന്നു.
ആൾ ഈ തണുപ്പടിച്ചിട്ടും ഒക്കെ ആയിട്ട്, പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. മെഡിസിൻസൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയ കാരണം വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ മേഘങ്ങൾക്കിടയിലൂടെ നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ എയർവേയ്സ് ആയിരുന്നു കേട്ടോ. ഇൻഡിഗോ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ കണ്ട് രസിച്ച് ആസ്വദിച്ചിരിക്കുകയാണ്. ഇനിയും ലൈഫിൽ ഇങ്ങനത്തെ നിമിഷങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരുപാട്. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് താഴേക്ക് മെല്ലെ, അധികം ടൈം എടുത്തില്ല കേട്ടോ ബാംഗ്ലൂർ എത്താൻ. 9:45 എടുത്തു. ഏകദേശം 10:25, 30ക്കുള്ളിൽ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. അങ്ങനെ താഴേക്ക് പതുക്കെ ഇറങ്ങിയപ്പോൾ നമുക്ക് താഴത്തെ വിഷ്വൽസൊക്കെ കുറച്ചുകൂടെ ക്ലിയറായി. നമുക്ക് താഴേക്ക് ഇറങ്ങാമെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് നമ്മുടെ ഇവിടെ മഴയും മഴക്കാറൊക്കെ ഉള്ള സമയമായിരുന്നല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ജെർക്കിങ് ഉണ്ടായിരുന്നു മേളിൽ മേഘങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ. അങ്ങനെ ലാൻഡ് ചെയ്തു, നമ്മുടെ ബാംഗ്ലൂരെത്തി. അത് ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ. ബാംഗ്ലൂരേക്ക് പോകുക എന്നതിലുപരി ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് ഫ്ലൈറ്റിൽ കയറി എന്നൊരു കാര്യം ഓർത്തിട്ടാണ്. അപ്പോൾ ഏട്ടൻ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു എങ്ങനെ ഉണ്ടായി, എൻജോയ് ചെയ്തോ എന്നൊക്കെ. ഏട്ടൻ ഫസ്റ്റ് എൻജോയ് ചെയ്യുമ്പോൾ ഏട്ടൻ ഒറ്റയ്ക്കാണല്ലോ യാത്ര ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാകുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഇഷ്ടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏട്ടൻ ചോദിച്ചറിയായിരുന്നു പിള്ളേരോടും എന്നോടും ഒക്കെ. അങ്ങനെ ബാംഗ്ലൂർ ഇറങ്ങി ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ജസ്റ്റ് റെഡിയായി. അപ്പം നമ്മൾ ഓൾറെഡി ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പം നമ്മുടെ ഡ്രൈവറും ആ ടൈം ആയപ്പോൾ അവർക്ക് അറിയാമല്ലോ ബാംഗ്ലൂർ ഫ്ലൈറ്റ് വരുന്ന ടൈം. അപ്പോൾ ആ ടൈം ആകുമ്പോൾ പുള്ളി എത്തിക്കോളാമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്തിരി നേരം ഒന്ന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുള്ളി എത്തിയിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. പക്ഷേ ക്ലൈമറ്റ് പക്ക സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ബാംഗ്ലൂരത്തെ. നല്ല തണുത്ത കാറ്റും തണുത്ത അന്തരീക്ഷം, വെയിലുണ്ടെങ്കിലും ചൂടില്ലാത്ത അന്തരീക്ഷം. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരത്തെ ക്ലൈമറ്റ് ഓൾമോസ്റ്റ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കേട്ടിരിക്കുന്നത് 12 മന്ത്സും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും. പിന്നെ മഴ വരും, വെയിലുണ്ടാവും, പക്ഷെ ചൂടുണ്ടാവില്ല, തണുപ്പായിരിക്കും. വളരെ കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ മനസ്സ് പോലെ തന്നെ തണുത്ത അന്തരീക്ഷം. ഇങ്ങനെ വളരെ എൻജോയ് ചെയ്തു. അമ്മയും ഞാനും പിള്ളേരും ഒക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. ഫ്ലൈറ്റിലെ യാത്രയെ പറ്റിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. അമ്മയോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളപ്പോൾ ക്യാബ് വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസ് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ബൈ, സീ യു.